ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ കേശവൻ അനുസ്മരണം എന്ന പേരിൽ ആനകളുടെ ഘോഷയാത്ര ഉണ്ടാകാറുണ്ട്. ദശമി ദിനത്തിൽ മൺമറഞ്ഞ ഗുരുവായൂർ കേശവന് പിൻഗാമികൾ സ്മരണാഞ്ജലി അർപ്പിക്കും. ഗുരുവായൂർ ദേവസ്വത്തിലെ 20-ലേറെ ആനകൾ പങ്കെടുക്കും. തിരുവെങ്കിടാചലപതി ക്ഷേത്രാങ്കണത്തിൽ നിന്നും പുറപ്പെടുന്ന ഗജഘോഷയാത്ര പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ സ്വീകരണത്തിന് ശേഷം ഗുരുവായൂർ ക്ഷേത്ര തീർത്ഥക്കുളം വലം വച്ച് തെക്കേ നടയിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിനു മുൻപിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള കേശവന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. തുടർന്ന് ആനയൂട്ട്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ അരി ആഹാരം പാടില്ല. ദശമി ദിവസം ഒരിക്കൽ, അതായത് പകൽ മാത്രം ആഹാരമാവാം. ഏകാദശി നാളിൽ ഉപവസിക്കണം. ദ്വാദശി ദിവസം ഒരിക്കൽ. ഇങ്ങനെ 3 ദിവസം രാത്രി ഭക്ഷണം ഉപേക്ഷിക്കണം. പകൽ ഉറങ്ങാൻ പാടില്ല.